നമസ്കാരം കൂട്ടുകാരെ, ഡ്രീം ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 29 നടന്ന RRB NTPC എക്സാമിലെ GK ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവിധ ഷിഫ്റ്റുകളിലെ എക്സാമിലെ GK ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. കഴിഞ്ഞ എക്സാമുകളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ഷിഫ്റ്റിലും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ അനലൈസിസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇനിയുള്ള ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ ബാക്കിയുള്ള ഫേസിലുള്ള എക്സാമുകൾക്ക് നമുക്ക് വളരെ ഉപകാരമാകുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിസ്കവേർഡ് ദ സെൽ? നമ്മുടെ കോശം കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ കോശം കണ്ടെത്തിയത് 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഈ കോശം കണ്ടെത്തിയ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കിത് തീർച്ചയായും പഠിച്ചിരിക്കണം ഈ ക്വസ്റ്റ്യനൊക്കെ. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. അതുപോലെ തന്നെ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് എന്നറിയപ്പെടുന്നത് സൈറ്റോളജി. അതുപോലെ തന്നെ ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്ക് തന്നെയാണ്. ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ് ഫാദർ ഓഫ് സൈറ്റോളജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ്? നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഈ നവംബർ 26 മറ്റൊരു ഡേ കൂടിയാണ്. നാഷണൽ ലോ ഡേ എന്നറിയപ്പെടുന്നത് നവംബർ 26 നാഷണൽ ലോ ഡേ എന്നറിയപ്പെടുന്നത് നവംബർ 26 അതുപോലെ തന്നെ നവംബർ 26 മറ്റൊരു പ്രത്യേകത ദിവസവും കൂടിയാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26 എന്നറിയപ്പെടുന്നത്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്ന് പറയുന്നത് 1949 നവംബർ 26 അതുകൊണ്ടാണ് ഈ ദിവസത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നറിയപ്പെടുന്നതും നാഷണൽ ലോ എന്നറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 2 വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് വെഹിക്കിൾ? നമ്മുടെ ചന്ദ്രയാൻ 2ൻ്റെ ലോഞ്ച് വെഹിക്കിളിൻ്റെ പേരാണ് ചോദിക്കുന്നത്. GSLV Mk3M1 ആണ് നമ്മുടെ ചന്ദ്രയാൻ 2ൻ്റെ ലോഞ്ച് വെഹിക്കിൾ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർസ് ഓർബിറ്റർ മിഷൻ അതായത് മംഗൾയാൻ്റെ ലോഞ്ച് ഡേറ്റ് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് വീണ്ടും ISROയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ ചന്ദ്രയാൻ 2ൻ്റെ ലോഞ്ച് വെഹിക്കിളാണ് GSLV Mark 3 M1. അത് ലോഞ്ച് ചെയ്ത ഡേറ്റാണ് 2019 ജൂലൈ 22 അത് ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് ISROയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ശിവനാണ് ആ സമയത്ത് ISROയുടെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാനും ഡോക്ടർ കെ ശിവൻ തന്നെയാണ് ISRO ചെയർമാൻ. ISRO ചെയർമാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ഷിഫ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ISROയുടെ ചെയർമാൻ ആരെന്നാണ്. അതുപോലെ തന്നെ ഡോക്ടർ കെ ശിവന് മറ്റൊരു പേരും കൂടിയുണ്ട്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഡോക്ടർ കെ ശിവനാണ്. ഈ ചന്ദ്രയാൻ 2ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? വനിത മുത്തയ്യാണ് പ്രോജക്റ്റ് ഡയറക്ടർ ഓഫ് ചന്ദ്രയാൻ 2. അതുപോലെ തന്നെ ഈ ചന്ദ്രയാൻ 2ൻ്റെ മിഷൻ ഡയറക്ടറാണ് ഋതു കരിതലാണ് ചന്ദ്രയാൻ 2ൻ്റെ മിഷൻ ഡയറക്ടർ. ഋതു കരിതലിന് മറ്റൊരു പേരുണ്ട്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിതൽ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ കെ ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതൽ. അപ്പോൾ നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്ത ഡേറ്റ് 2019 ജൂലൈ 22. ലോഞ്ചിങ് വെഹിക്കിൾ GSLV Mark 3 M1. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ കെ ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിതൽ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ. വിച്ച് വാസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ? CDC 6600 ആണ് സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. CDC 6600. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000 ആണ് ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ. അത് ഡെവലപ്പ് ചെയ്തത് സീഡാക്കാണ് ഡെവലപ്പ് ചെയ്തത്. ലോഞ്ച് ചെയ്ത ഡേറ്റ് 1991 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗവർണർ ഓഫ് തെലങ്കാനയുടെ ഗവർണർ ആരാണ്? തമിൽസായി സൗന്ദരരാജനാണ് തെലങ്കാനയുടെ ഗവർണർ. കഴിഞ്ഞ എക്സാമുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരു സംസ്ഥാനത്തെയും ഗവർണർ അതുപോലെ തന്നെ CM എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെയും
അതുപോലെ തന്നെ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും CMമാരെ കുറിച്ച് പഠിക്കുക. CM അതുപോലെ തന്നെ ഗവർണർ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇത് പഠിച്ച ഒരു മാർക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് CM ഗവർണറൊക്കെ പഠിച്ചു വെക്കണമെന്ന്. നമുക്ക് അവിടുത്തെ തെലങ്കാനയിലെ CM ആരെന്ന് നോക്കാം. ചന്ദ്രശേഖർ റാവുവാണ് തെലങ്കാനയിലെ CM. തെലങ്കാനയുടെ ക്യാപിറ്റൽ എന്താണ്? ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹൈക്കോടതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആന്ധ്രാപ്രദേശും തെലങ്കാനയാണ് ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയിലെ എത്ര ഹൈക്കോടതികളുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഒന്ന് പറഞ്ഞു തരിക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്നാണ് ഫൗണ്ട് ചെയ്തത്. INC രൂപീകരിച്ചത് A.O. ഹ്യൂമോ ആണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന വ്യക്തിയാണ് INC രൂപീകരിച്ചത്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന വ്യക്തിയാണ് 1885 ഡിസംബർ 28 INC രൂപീകരിച്ചത്. INC രൂപീകൃതമായ സമയത്ത് ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. INC രൂപീകൃതമായ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ഡഫറിൻ ആണ്. അതുപോലെ തന്നെ INCയുടെ ആദ്യ പ്രസിഡൻറ്റും അതുപോലെ തന്നെ INCയുടെ ആദ്യ പ്രസിഡൻറ്റ്, INCക്ക് ആ പേര് നിർദ്ദേശിച്ചതൊക്കെ ദാദാഭായ് നവറോജിയാണ്. INCയുടെ ആദ്യ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ INCയുടെ ആദ്യ പ്രസിഡൻറ്റ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചതൊക്കെ ദാദാഭായ് നവറോജിയാണ്. INCയുടെ സ്ഥാപകനാരാണ്? A.O. ഹ്യൂമാണ്. എന്നാണ് രൂപീകൃതമായത്? 1885 ഡിസംബർ 28 ആദ്യ പ്രസിഡൻറ്റും അതുപോലെ തന്നെ INCക്ക് ആ പേര് നിർദ്ദേശിച്ചതും ദാദാഭായ് നവറോജിയാണ്. INC രൂപീകൃതമായ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ലോർഡ് ഡഫറിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ടാക്സ് ഈസ് GST? GST എന്നറിയപ്പെടുന്നത് എന്ത് ടാക്സാണ്? ഇൻഡയറക്റ്റ് ടാക്സാണ് GST. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുതിയൊരു കാര്യമാണ്. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് GSTയുടെ പൂർണ്ണരൂപം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GSTയുടെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് ടൈപ്പ് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST എന്നറിയപ്പെടുന്നത്. പഠിച്ചു വയ്ക്കുക കൂട്ടുകാർ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. GST എന്നാണ് രൂപീകൃതമായത്, അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വന്നത് 2017 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൗണ്ടേഷൻ ഇയർ ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2018 ഒക്ടോബർ 31 നരേന്ദ്രമോദി ഇന്ത്യക്കായി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 182 മീറ്ററാണ് ഈ ഗുജറാത്തിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം. 182 മീറ്ററാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച കമ്പനിയാണ് ലാർസൻ ആൻഡ് ടർബോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനർ ആരെന്ന് ചോദിക്കാറുണ്ട്. റാംവി സുത്രാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഡിസൈനർ. അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ ആരാണ്? ജോസഫ് ബെന്നിയാണ് ആർക്കിടെക്ചർ. ഏത് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദ നദിയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. 2018 ഒക്ടോബർ 31 ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. രാഷ്ട്രീയ ഏകതാ ദിവസം ആയി ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വോൺ ദ രാജീവ് ഗാന്ധി ഖേൽരത്ന 2020? 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് ആർക്കൊക്കെയാണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 3 പേരുടെ പേര് തരും. ഒരാൾ ഖേൽരത്ന കിട്ടാത്ത ആളുടെ പേര് തരും. അപ്പോൾ ഇതിൽ ആർക്കാണ് ഖേൽരത്ന കിട്ടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. 5 പേർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. രോഹിത് ശർമ്മ, ക്രിക്കറ്റ് കളിക്കാരനായ രോഹിത് ശർമ്മയാണ്. അതുപോലെ തന്നെ മണിക ബത്ര, ടേബിൾ ടെന്നീസുകാരിയായ മണിക ബത്ര, വിനേഷ് ഫോഗാട്ട്, ഗുസ്തിക്കാരിയായിട്ടുള്ള വിനേഷ് ഫോഗാട്ട്, മാരിയപ്പൻ തങ്കവേലു, പാരാ അത്ലറ്റായിട്ടുള്ള മാരിയപ്പൻ തങ്കവേലു, ഹൈ ജമ്പ് ആണ് മാരിയപ്പൻ തങ്കവേലുവിൻ്റെ ഐറ്റം. അതുപോലെ തന്നെ റാണി റാംപാൽ, ഹോക്കി, ഇന്ത്യൻ ഹോക്കി ടീമിലെ വനിതാ താരമാണ് റാണി റാംപാൽ ഹോക്കി, മാരിയപ്പൻ തങ്കവേലു ഹൈ ജമ്പ്, വിനേഷ് ഫോഗാട്ട് ഗുസ്തി, മണിക ബത്ര ടേബിൾ ടെന്നീസ്, രോഹിത് ശർമ്മ ക്രിക്കറ്റ്. ഇതിലിപ്പോൾ ഒരാളുടെ പേര് വന്നിട്ട് വിനേഷ് ഫോഗാട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ അവരുടെ ഐറ്റം ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള സ്പോർട്സ് അവാർഡ്സൊക്കെ നമുക്ക് ഇന്ത്യയിലെ തന്നെ കായിക ഇനത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് HTTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് HTTPയുടെ ഫുൾ ഫോം. ഇതിൻ്റെ നമുക്ക് വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും HTTP # ഇട്ടിട്ട് കാണാറുണ്ട്. അതാണ് ഈ HTTP എന്ന് പറയുന്നത്. നമുക്കതിൽ ചില ബാങ്കിങ് വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും HTTPS എന്ന് കാണാൻ സാധിക്കും. HTTPS എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്നാണ് HTTPSൻ്റെ പൂർണ്ണ രൂപം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. URLൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. URLൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URLൻ്റെ ഫുൾ ഫോം. പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. IT-യുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഈ പരീക്ഷകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കെമിക്കൽ ഫോർമുല ഓഫ് ലൈം വാട്ടർ. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ചോദ്യം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 ആണ് ലൈം വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല. ബൈൽ ഈസ് സെക്രേറ്റഡ് ബൈ വിച്ച് ഓർഗൻ. ബൈൽ സെക്രേറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനാണ്? നമ്മുടെ കരളാണ് ബൈൽ സെക്രേറ്റ് ചെയ്യുന്നത്. സാഞ്ചി സ്തൂപ ബിക്കേം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ വിച്ച് ഇയർ. നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സാഞ്ചി സ്തൂപ വന്നിട്ടുള്ള വർഷം എന്നാണ് ചോദ്യം. 1989 സാഞ്ചി സ്തൂപ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ പട്ടികയിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹു ഈസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജപ്പാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് യോഷിഹൈഡ് സുഗയാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. ജപ്പാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഏതാണ്? യോഷിഹൈഡ് സുഗയാണ് ജപ്പാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീം? PMKVY എന്നാണ് ഇപ്പോൾ, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നമ്മുടെ 2015 ജൂലൈ 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനാഗറേറ്റ് ചെയ്തൊരു പരിപാടിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY എന്നാണ് അറിയപ്പെടുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമാണിത്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയാണ്. നിലവിൽ വന്ന വർഷം ചോദിക്കാം 2015 ജൂലൈ 16. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. ആരാണ്? ലോർഡ് റിപ്പൺ ആണ് ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവ്. എന്നറിയപ്പെടുന്നത്. ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഈസ് ടേക്കൺ ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നിവ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ ഈ 3 വേർഡ്സ് ആമുഖത്തിലേക്ക് എടുത്തിരിക്കുന്നത്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, ഫ്രട്ടേണിറ്റി എന്നീ 3 കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ഫാദർ ഓഫ് ബാബറിൻ്റെ ഫാദറിൻ്റെ പേരാണ് ഉമർ ഷെയ്ഖ് മിർസ ടു ആണ് ബാബറിൻ്റെ അച്ഛൻ്റെ പേര്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മുഗൾ ചക്രവർത്തിമാർ മധ്യകാല ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റെയിൽവേയുടെ എക്സാമുകളിലൊക്കെ വന്ന് കാണുന്നുണ്ട്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ SSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആരാണെന്നാണ് ചോദിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കേരളീയർക്ക് വളരെ ലക്കാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഷിഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ശബരിമല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ വന്നാൽ നമുക്ക് വളരെ സുഖമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗവർണർ ഓഫ് RBI ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡിമോണിറ്റൈസേഷൻ. ഉർജിത് പട്ടേലാണ് ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് ഇന്ത്യയിലെ RBI ഗവർണർ. എന്നാണ് ഡിമോണിറ്റൈസേഷൻ നടന്നത്? 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ നടന്നത്. 500 രൂപ നോട്ടുകളും അതുപോലെ തന്നെ 1000 രൂപ നോട്ടുകൾക്കും അസാധുവാക്കിയിട്ടാണ് അത് നടത്തിയത്. ഡിമോണിറ്റൈസേഷൻ ചെയ്തത് 500 രൂപ നോട്ടുകളും 1000 രൂപ നോട്ടുകളും ഡിമോണിറ്റൈസ് ചെയ്തു. അത് ചെയ്ത സമയത്ത് RBI ഗവർണറായിരുന്നു ഉർജിത് പട്ടേൽ. ഇൻ വിച്ച് കോൺഗ്രസ് സെഷൻ ഗാന്ധിജി വാസ് പ്രസിഡൻറ്റ്. ഏത് കോൺഗ്രസ് INCയുടെ സമ്മേളനത്തിലായിരുന്നു ഗാന്ധിജി പ്രസിഡൻ്റ് ആയിട്ടുള്ളത്? 1929
ബെൽഗാം സെഷനിലാണ് ഗാന്ധി പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. ഗാന്ധി പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു INC സമ്മേളനമാണ് 1924 ബെൽഗാം സെഷൻ. 1924 ബെൽഗാം സെഷനിൽ മാത്രമാണ് ഗാന്ധി പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. വേർ ഈസ് ദ യുനെസ്കോ ഹെഡ് ക്വാർട്ടേഴ്സ്? യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസാണ് യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഫ്രാൻസിലെ പാരീസാണ് യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. യുനെസ്കോയുടെ പൂർണ്ണ രൂപം ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ പൂർണ്ണ രൂപം. ഫ്രാൻസിലെ പാരീസിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ വിന്നിംഗ് ടീം ഓഫ് IPL 2020? 2020 IPL 2020 വിജയ് ആരാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 വിജയ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ മിനിസ്ട്രിയൽ ഐസൊലേറ്റഡ് കാറ്റഗറീസിലെ ക്വസ്റ്റ്യൻസിൽ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസാണ് വിജയിച്ചിട്ടുള്ളത്. ഈ സീസണിൽ എന്ന് പറയുന്നത് 13ാമത് സീസണാണ്. എത്ര ടീമുകളുണ്ടായിരുന്നു? 8 ടീമുകളുണ്ടായിരുന്നു. വിജയിച്ചത് മുംബൈ ഇന്ത്യൻസാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പൈത്തൺ? പൈത്തൺ എന്നറിയപ്പെടുന്നത് പാമ്പാണ്. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് പൈത്തൺ എന്നറിയപ്പെടുന്നത്, പൈത്തൺ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. പൈത്തൺ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. എവിടെയാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ലോങ്ങസ്റ്റ് സെർവിങ് ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതും രാജേന്ദ്ര പ്രസാദാണ്. 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13 വരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഏകദേശം 12 വർഷത്തോളം ഇന്ത്യയുടെ പ്രസിഡൻ്റായി സെർവ് ചെയ്തിരുന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓദർ ഓഫ് ഗീതാഗോവിന്ദയുടെ ഓദർ ആരാണ്? ജയദേവനാണ് ഗീതാഗോവിന്ദയുടെ ഓദർ എന്നറിയപ്പെടുന്നത് ജയദേവനാണ് ഗീതാഗോവിന്ദയുടെ ഓദർ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ മുന്നേ ചോദിച്ച SSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇത് ഗീതാഗോവിന്ദ ഇതൊക്കെ ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് ATP. ATPയുടെ ഫുൾ ഫോം എന്താണ്? അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPയുടെ ഫുൾ ഫോം. നമ്മുടെ കോശത്തിലെ എനർജി കറൻസി എന്താണ്? കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ആണ് കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത് എങ്ങനെയാണ്? ATP തന്മാത്രകളായിട്ടാണ് മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത്. എങ്ങനെയാണ്? ATP തന്മാത്രകളായിട്ടാണ് മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത്. കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ATP അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഈസ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യ പേര് എന്നറിയപ്പെടുന്നത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. 1936 ഈ ഹെയ്ലി നാഷണൽ പാർക്ക്, അതായത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് ഹെയ്ലി നാഷണൽ പാർക്ക്. 1936 നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നതും ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ. തിംഫു ആണ് ഭൂട്ടാൻ്റെ തലസ്ഥാനം. നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. തലസ്ഥാനങ്ങൾ, അവിടുത്തെ പ്രധാനമന്ത്രിമാർ ഒക്കെ പഠിച്ചു വയ്ക്കണം. പാർലമെൻറ്റൊക്കെ പഠിച്ചു വയ്ക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ PSC അതുപോലെ തന്നെ NTPC ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകൾക്ക് തീർച്ചയായും ചോദിക്കും ഇതൊക്കെ. അപ്പോൾ ഭൂട്ടാൻ്റെ തലസ്ഥാനം ഏതാണ്? തിംഫു ആണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി വാസ് ഗിവൺ ബൈ. തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവന്നത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവന്നത്. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ
ഫേമസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട് കൂട്ടുകാർ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്? സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ് ആണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ഏതാണ്? AB പോസിറ്റീവ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICC? ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദുബായിലാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? കഴിഞ്ഞ കുറച്ച് ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് BR അംബേദ്കറിൻ്റെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? BR അംബേദ്കർ. ജാതക കഥാസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ? നമ്മുടെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ് ജാതക കഥകൾ. നമ്മുടെ ബുദ്ധൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികളാണ് ഈ ജാതക കഥകൾ എന്നറിയപ്പെടുന്നത്. ഈ ജാതക കഥകളൊക്കെ നമുക്ക് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ അജന്ത എല്ലോറ ഗുഹകളിൽ പോയാൽ കാണാൻ സാധിക്കും. ഈ ജാതക കഥകൾ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ജാതക കഥകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഗുഹയാണ് അജന്ത എല്ലോറ ഗുഹകൾ. ഈ അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഔറംഗാബാദ് ജില്ലയിലാണ് ഈ അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബെറിബെറി ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ? ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത്? ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള സയൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഇത് കോഡ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പ്രീവിയസ് മിനിസ്ട്രിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിൽ 16-ാം തീയതി നടന്ന എക്സാമിലാണ് ഞാനത് വിവരിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. വിറ്റാമിൻ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും അഭാവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ പഠിക്കാൻ ചെറിയൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ B1 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഏതാണ്? ബെറിബെറിയാണ് വിറ്റാമിൻ B1 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇബ്നു ബത്തുത വാസ് ഫ്രം വിച്ച് കൺട്രി? ഇബ്നു ബത്തുത ഏത് രാജ്യത്തു നിന്നുള്ള യാത്രികനായിരുന്നു? ഇബ്നു ബത്തുത മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലൊക്കെ വന്നത്. ഏകദേശം 1332-34 കാലഘട്ടത്തിലാണ് നമ്മുടെ ഇബ്നു ബത്തുത ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇബ്നു ബത്തുത വന്നിട്ടുള്ളത്. നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇബ്നു ബത്തുതയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? നിർഭാഗ്യവനായ ആദർശവാദി എന്ന് വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തുതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇൻ്റൽ i9? ഇൻ്റൽ i9 എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. കമ്പ്യൂട്ടറിലെ പ്രോസസ്സറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇൻ്റൽ i9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാബിനറ്റ് മിഷൻ കെയിം ടു ഇന്ത്യ ഇൻ വിച്ച് ഇയർ വിച്ച് ഡേറ്റ്? 1946 മാർച്ച് 23-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലൊരു ഭരണഘടന രൂപീകരിക്കാൻ ഇന്ത്യക്കാരെ സഹായിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. അത് 1946 മാർച്ച് 23-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ അംഗങ്ങളാണ് പെത്തിക് ലോറൻസ്, സ്റ്റെഫേർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇങ്ങനെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? പെത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. ആരാണ്? പെത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. അപ്പോൾ എന്നാണ് 1946 മാർച്ച് 23-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. പെത്തിക് ലോറൻസ്, സ്റ്റെഫേർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നീ 3 പേരാണ് ഈ
ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഇതിലെ ചെയർമാൻ ആരായിരുന്നു? പെത്തിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷനിലെ ചെയർമാൻ. അറ്റ് വിച്ച് പ്ലേസ് ഷേർഷാ സൂരി വാസ് ബോൺ? ഷേർഷാ സൂരി എവിടെ വെച്ചാണ് ജനിച്ചത്? എവിടെയാണ് ഷേർഷാ സൂരി ജനിച്ചത്? നമ്മുടെ ബീഹാറിലുള്ള സസാരത്താണ് നമ്മുടെ ഷേർഷാ സൂരി ജനിച്ചത്. ഷേർഷാ സൂരി ജനിച്ചത് എവിടെയാണ്? സസാരം, ബീഹാർ സംസ്ഥാനത്തെ സസാരത്താണ് ഷേർഷാ സൂരി ജനിച്ചത്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ഹൂ റോട്ട് ഹുമയൂൺ നാമ? നമ്മുടെ ഹുമയൂണിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദ്യം. ഹുമയൂണിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് ഹുമയൂൺ നാമ. ഈ ഹുമയൂൺ നാമ എഴുതിയിട്ടുള്ളത് ഗുൽബദൻ ബീഗമാണ്. നമ്മുടെ ബാബറിൻ്റെ മകളായ ഗുൽബദൻ ബീഗമാണ് ഹുമയൂൺ നാമ എന്ന ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. ഹുമയൂണിൻ്റെ ജീവചരിത്രമായിട്ടുള്ള ഹുമയൂൺ നാമ എഴുതിയിട്ടുള്ളത് ഗുൽബദൻ ബീഗമാണ്. ഫുൾ ഫോം ഓഫ് HLL. HLLൻ്റെ ഫുൾ ഫോമാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്നാണ് HLLൻ്റെ പൂർണ്ണരൂപം. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഈസ് ബിറ്റ്വീൻ വിച്ച് സ്റ്റേറ്റസ്? തമിഴ്നാട് ആൻഡ് കർണാടക. തമിഴ്നാടും കർണാടകയും തമ്മിലാണ് ഈ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് നടക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? തമിഴ്നാടും കർണാടകയും തമ്മിലാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് നടക്കുന്നത്. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഫേമസ് യുറേനിയം മൈൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള യുറേനിയം ഖനി ഏതാണ്? ജാദ്ഗുഡ യുറേനിയം ഖനിയാണ്. ജാർഖണ്ഡിലുള്ള ജാദ്ഗുഡയാണ് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള യുറേനിയം ഖനി. ഹൂ ഈസ് ദ CEO ഓഫ് സെയിൽ? നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ CEO ആയിട്ട് ഈ 2021 ജനുവരി 1 സോമ മോണ്ടൽ ചുമതലയേറ്റിട്ടുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ NTP റെയിൽവേയുടെ പരീക്ഷയ്ക്ക് ഓൺലൈനായ കാരണം ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റിംഗ് ആയിട്ടുള്ളവരെ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കറണ്ട് അഫയേഴ്സും. ഓരോ ഷിഫ്റ്റിലും ഏകദേശം ഒരു 8, 9, 10 കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, ഗവർണേഴ്സ്, ഇതൊക്കെ എല്ലാ സംസ്ഥാനത്തെയും പഠിച്ചു വയ്ക്കുക. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു വരുന്നുണ്ട്. ഈ പിണറായി വിജയൻ, കേരളത്തിലെ CM പിണറായി വിജയനൊക്കെ ചോദിച്ച കാരണം നമുക്ക് കേരളീയർക്ക് എളുപ്പമായി. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഉപകാരമാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.